ഹലോ! ഇന്നൊരു ചെറിയ ഹോം ടൂർ ആണ് കേട്ടോ. ഞാനിപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വീട് ഒന്ന് കാണാം. ഇതാണ് എൻ്റെ വീട്. ഈ വീട് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ ചേലിയാന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ്. ഈ കിണർ കണ്ടോ, ഒരു ഉരുളിയുടെ ഷേപ്പാണ്. ഇത് ആദ്യം നീർവില്ല, സാധാരണ കിണറായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ ഒരു കിണർ, അത് ബോറല്ലേന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ മാറ്റിയെടുത്തതാണ്. ഒരു ഉരുളിയുടെ ഷേപ്പിൽ മാറ്റിയെടുത്താണ്. അമ്മ ഏതോ ഒരു മാഗസീനിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരു ആഗ്രഹം, ശരി ഒരു ഉരുളി വെച്ച് കളയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതാ ഉണ്ടോ, ഇവിടെ ഒരാൾ ഊഞ്ഞാല് കാടുണ്ട്. കുട്ടികൾ, നമ്മുടെ വീട്ടിലെ എല്ലാ കുട്ടികളും വരുന്ന സമയത്ത് വെക്കേഷനിലൊക്കെ ആടാൻ വേണ്ടിയിട്ടാണ് ഈ ഊഞ്ഞാൽ ഉണ്ടാക്കിയ. ഞാൻ മാറട്ടെ, നീ ഇത്രയും നേരം ആടിയില്ലേ, ഇന്ന് വേണം ആടാം. എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ പെർമനന്റ് ആയിട്ടൊരു ഊഞ്ഞാല് വെക്കണം എന്നൊക്കെ. ഞങ്ങൾക്ക് അവിടെ ഒരു പണ്ടൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് പോകാനൊക്കെ പേടിയായിരുന്നു. പട്ടിയൊക്കെ വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛനോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു പണ്ടേ. പക്ഷെ ആ സമയത്തൊന്നും അച്ഛൻ ഊഞ്ഞാല് വെച്ചില്ല. പക്ഷെ പേരക്കുട്ടികളൊക്കെ ഉണ്ടായപ്പോഴാണ് അച്ഛൻ ഊഞ്ഞാലൊക്കെ വെച്ചത്. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. വരൂ, ഇതാണ് പൂജാമുറി. ഇവിടെ 2 ആനക്കൊമ്പൊക്കെ കാണാം. ഞാനൊരു ഫോട്ടോ ഇട്ടിരുന്നു പൂജാമുറിയുടെ. അപ്പൊ എല്ലാരും ആദ്യം ചോദിച്ചത് അത് ഒറിജിനൽ ആനക്കൊമ്പാണോ എന്നാണ്. ഒറിജിനൽ അല്ല കേട്ടോ. ഇതാണ് ലിവിംഗ് റൂം. ഈ ഷെൽഫ് ഉണ്ടോ, ഇതെനിക്ക് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള, എനിക്കും ഏട്ടനും ഉണ്ട് കേട്ടോ. കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള കുറച്ച് മെമെന്റോസും അവാർഡ്സും ഒക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലില്, സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത സമയത്ത് പ്രൈസ് കിട്ടിയിരുന്നു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ കിട്ടിയ മെമെന്റോസ് ആണ്. വളരെ സ്പെഷ്യലാണ് എനിക്ക്. പിന്നെ കുറെ ഉണ്ട്, കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്, മുകളിൽ കുറച്ചുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി സ്ഥലമൊക്കെ കാണാം അല്ലെ. ഇത് കണ്ടോ, രാജാ രവിവർമ്മ, വളരെ ഫേമസ് ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്. എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് രാജാ രവിവർമ്മ പെയിന്റിങ്സ് ഒക്കെ. പിന്നെ ഞങ്ങളുടെ ലിവിംഗ് റൂം കണ്ടോ, ഒരു വൈറ്റ് തീമാണ് ഇപ്പോ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ആദ്യം ഒരു ഗോൾഡൻ ബ്രൗണോ അങ്ങനെ എന്തോ ഒരു കളറിലുള്ള യെല്ലോ, അങ്ങനെ ആ ഒരു ഷെയ്ഡിലുള്ള കേർട്ടൻ ഒക്കെ ആയിരുന്നു. പിന്നെ സോഫയൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അമ്മയുടെ ചോയ്സ് ആണ് ഫുൾ വൈറ്റ് ആക്കാം. അപ്പൊ അമ്മയുടെ ഒരു ഇഷ്ടമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ അച്ചച്ചൻ ഇപ്പൊ ഇല്ല. അച്ചച്ചൻ എന്നാണ് വിളിക്കെങ്കിലും അമ്മയുടെ അച്ഛനാണ് കേട്ടോ. പക്ഷെ എന്താ അറിയില്ല, ഞങ്ങൾ എല്ലാരും അച്ചച്ചൻ എന്നാണ് വിളിക്കാറ്. ഇത് ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയാണ്. എല്ലാ കളറിലുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഇതൊക്കെ അമ്മയുടെ ഐഡിയ കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര കളർഫുൾ ആയിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂക്കള് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് വീട് ഭയങ്കര കളർഫുൾ ആയിരിക്കാൻ, ഇവിടെ ഫുൾ വൈറ്റ് തീം കൊടുത്തിട്ട് ഇവിടെ കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഈ പൂക്കളൊക്കെ ഇവിടെ വെച്ചതിന്. ഇവിടെ ഞങ്ങളെല്ലാരും കയറി വരുമ്പോ, ഞാനല്ല കേട്ടോ, വേറെ പലരും ആൾക്കാരെ ഞാൻ പറയുന്നില്ല, അവരൊക്കെ കയറി വന്നു കഴിഞ്ഞാല് പല സാധനങ്ങളും ഇവിടെയാണ് വെക്കാറ്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ വെക്കാറുണ്ട്. ചിലപ്പോൾ കാറിന്റെ കീ ആയിരിക്കും, കൊട, വാട്ടർ ബോട്ടിൽ, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ ഇങ്ങനെ നിരത്തും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാനും കൂടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും നീറ്റായിട്ട് വെക്കണ്ടേ, അതുകൊണ്ട് അച്ഛനൊരു ഷെൽഫ് ഉണ്ടാക്കി. ഇത് കണ്ടോ, ഇത് എനിക്ക് സിൽവർ ഹിൽ സ്കൂളില്ലേ, നമ്മുടെ കോഴിക്കോട് സിൽവർ ഹിൽ സ്കൂളിൽ പോയപ്പോ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ആലിസ് എന്ന് പറഞ്ഞൊരു ചേച്ചി വരച്ചിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. എനിക്ക് കിട്ടിയ പെയിന്റിങ്സ്, ഒരുപാട് പെയിന്റിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇഷ്ടമാണ്. ഈ പെയിന്റിങ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ട് അവർ ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ ശരിക്കുള്ള എന്നെക്കാട്ടും ഈ പെയിന്റിങ്ങിൽ ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ഞാൻ എല്ലാവരോടും തമാശക്ക് പറയാറുണ്ട്, ശരിക്കുള്ള ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയല്ല ഞാൻ പറയാറുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഈ ഷെൽഫ് കണ്ടോ, അതിൽ കുറച്ച് അവാർഡ്സിന്റെ മെമെന്റോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറെ ഒക്കെ തൃശ്ശൂരാണ് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ചേ ഉള്ളൂ പണ്ട് കിട്ടിയ അവാർഡ്സ് ഒക്കെയാണ്. അതില് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. വയലാർ രാമവർമ്മ ചലച്ചിത്ര TV പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. മികച്ച ഗായികയ്ക്കുള്ള കളിമണ്ഡല ലാലിക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു അവാർഡാണ്. പിന്നെ ഇത് വനിതാ അവാർഡ് ഉണ്ട്. പിന്നെ കൈരളി ഗന്ധർവ സംഗീതം സ്വരലയ കാണണ്ട, അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് കളിമണ്ണിന് കിട്ടിയിട്ടുള്ള കുറെ അവാർഡുകൾ ഇവിടെ ഉണ്ട്. ഇത് അമൃത TV അവാർഡ്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. മാത്തു ഇപ്പൊ
വർഷത്തെ മാത്തു പറയല്ലോ. ഇത് 2016 മാത്തു ഉണ്ടായപ്പോ എനിക്ക് തോന്നുന്നു ഡിസ്ചാർജ് ആയ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അവര് ക്രാഡിലായിരുന്നു ഡെലിവറി, കാലിക്കറ്റിൽ ക്രാഡിൽ എന്ന് പറയും. ഇപ്പൊ മെട്രിയ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അവിടെയായിരുന്നു ഡെലിവറി. അപ്പൊ അവിടെ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അവര് എടുത്തു തന്നിട്ടുള്ള ഫോട്ടോ ആണ്. മാത്തുവിന് 5 ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 5 ദിവസം. അയ്യോ, അച്ഛന്റെ അമ്മേന്റെയും കല്യാണം കഴിഞ്ഞപ്പോ എടുത്തൊരു ഫോട്ടോ ആണ്. മുത്തശ്ശന്റെ മീശ നോക്ക്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ അമ്മ അച്ഛനാണ് കിടക്കാറ്. പിന്നെ മാത്തു വന്നാ മാത്തു ഇവിടെ കിടക്കും. അപ്പൊ നമുക്ക് ഇവർക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ ഞാൻ. എനിക്ക് 11 വയസ്സുള്ളപ്പോ ആണ് ലളിതഗാന മത്സരം, ലളിതഗാനത്തിനാണ് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടത്. അപ്പോൾ ഞാൻ പഠിച്ചിരുന്നത് NSS ഹയർ സെക്കൻഡറി സ്കൂൾ മീൻചന്തയിലാണ്. ഞാൻ പഠിച്ച സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ, NSS സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്കൂളാണ്. അത്രയും നല്ല ടീച്ചേഴ്സ് ആയിരുന്നു, അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് TV കാണുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് എനിക്ക് കിട്ടുന്ന സമയത്തും അവര് എപ്പോഴും വിളിക്കാറുണ്ട്. ഒരുപാട് സന്തോഷത്തോടുകൂടെ അവരെപ്പോഴും ഓർക്കാറുണ്ട്. ഇത് വേറൊരു പേപ്പർ കട്ടിങ് എനിക്ക് കിട്ടിയത്, ഇതില് ലളിതഗാനം 1ാം സമ്മാനം നേടിയത് എനിക്കിത് സ്റ്റേറ്റ് കലോത്സവത്തില് സമ്മാനം കിട്ടിയപ്പോ പേപ്പർ കട്ടിങ്ങില് ഒരു പേപ്പർ കട്ടിംഗ് ആണത്. ഇത് ശരത്താണ് കേട്ടോ. ശരത്ത് പിന്നീട് ഞങ്ങൾ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച്. പിന്നെ ഒരു പേപ്പർ ഇത് ഞാനും ഏട്ടനും. അമ്മാവനിപ്പോ മൊട്ടയാണ്. ഞങ്ങളിപ്പം എപ്പോഴും പറയാറുണ്ട്, മുടിയുള്ളതിനെക്കാട്ടും ഭംഗിയാണ് അമ്മാവൻ മൊട്ട അടിക്കണമെന്ന് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം അല്ലേ. ഏട്ടൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കളിയാക്കാറുണ്ട്, സൽമാൻ ഖാനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, സൽമാൻ ഖാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്, കോഴിക്കോട് സൽമാൻ ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ വെഡിങ് ആൽബം ആണ്. അയ്യോ, ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഞാനൊരു പഴയ ആൽബം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ കുറെ ഫോട്ടോസ് ഒക്കെ കേടായി പോയിട്ടുണ്ട്. പക്ഷോ അത് കണ്ടപ്പോ ഭയങ്കര ഒരു വിഷമം തോന്നി. ഇത് ഞാനും അച്ഛനും അമ്മയും ഏട്ടനും. എനിക്ക് തോന്നുന്നു ഞാനതില് 4th-ലോ 5th-ലോ ആണെന്ന് തോന്നുന്നു. ഞങ്ങളൊരു സ്റ്റുഡിയോയിൽ പോയി. ഞങ്ങളുടെ 4 പേരുടെയും നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് പോയിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. ഞാനും ഏട്ടനും. ഇത് അച്ഛൻ്റെ അമ്മേന്റെ കല്യാണത്തിന്റെ ഫോട്ടോ ആണ്. കല്യാണം കഴിഞ്ഞ ഉടനെ എടുത്തൊരു പിക്കാണ്. ഞാനും ഏട്ടനും കച്ചേരി ചെയ്യുന്ന കച്ചേരിയാണ്, ഭജൻസ് ആണെന്ന് തോന്നുന്നു, പാടുന്ന ഒരു പിക്കാണ്. ഇത് ത്യാഗരാജോത്സവത്തിന് എല്ലാ വർഷവും ഞങ്ങള് പാടാറുണ്ട്. സാറിന്റെ മോനും ഉണ്ട്. പിന്നെ എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ പേര് ഞാൻ മറന്നു. ഇത് ഞാനും ഏട്ടനും. എനിക്ക് തോന്നുന്നു ബാലജന സഖ്യത്തിന്റെ കോമ്പറ്റീഷന് ഞങ്ങൾക്ക് കുറച്ച് പ്രൈസ് കിട്ടിയതിന്റെ ആ ട്രോഫിയൊക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് എടുത്ത ഒരു പിക്കാണ്. ഇത് ഞാൻ 5th-ൽ പഠിക്കുമ്പോൾ എനിക്ക് പ്രൈസ് കിട്ടിയപ്പോൾ സ്കൂളിൽ നിന്ന് എടുത്ത ഒരു പിക്കാണ്. ഇത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പിക്കാണ്. അതിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പിക്കാണ് വരാൻ പോകുമ്പോ. അയ്യോ, ഞാനും ഏട്ടന്റെ മടിയിലിരിക്കുന്ന ഞാൻ. ഇത് ഏട്ടൻ, ഇത് ഞാൻ എന്തോ കച്ചേരി, ഇതൊന്ന് ഫാൻസി ഡ്രസ്സിന്റെ കോസ്റ്റ്യൂമിലായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് ഞാൻ MS സുബലക്ഷ്മി ആയിട്ട്, അതായിരുന്നു എന്റെ ക്യാരക്ടർ. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ഞാനും അമ്മയും അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ഒരു പിക്കാണ്. ഈ പ്രായത്തില് എനിക്ക് തോന്നുന്നില്ല ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ വേറെ ഉണ്ടെന്ന്. ഇത് ഏട്ടൻ, കുറുമ്പനായിട്ടുള്ള ഒരു ഏട്ടൻ. ഞങ്ങള് സ്കൂളിൽ എന്തോ ഒരു പാട്ട് പാടുകയാണ്. എനിക്ക് തോന്നുന്നു ആനുവൽ ഡേക്ക് എടുത്തൊരു പിക്കാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് എന്റെ നീസാണ്, നീസും ഞാനും. ഇത് ഞാനാണ് കേട്ടോ, മുല്ലപ്പൂക്ക് വെച്ചിരിക്കണ ഞാനാണ്. ഇത് എന്റെ വേറൊരു പിക്ക്. പിന്നെ ഇതല്ലേ, ഇത് അമ്മയുടെ മുത്തശ്ശിന്റെ അമ്മയുടെ ഒരു ഫോട്ടോയാണ്. ആ സമയത്ത് ഞാൻ സ്കൂളിലായിരുന്നു. അതെ, ഇത് സൺഫ്ലവർ ആണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. സൺഫ്ലവർ ഇപ്പൊ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ഒക്കെയാണ്. നമുക്കൊരു റീൽ എടുക്കണത് വെച്ചിട്ട് ഒരു ജോലി വരുന്നുണ്ട്. ബാ, ഇനി നമുക്ക് വേറെ റൂംസ് ഒക്കെ കാണിക്കാം. ഞാനും അരുണേട്ടനും യൂസ് ചെയ്തിരുന്ന റൂമാണ്. അതിനു മുമ്പ് കുറേ പേര്, എന്റെ കസിൻ ബ്രദറും പിന്നെ എന്റെ ബ്രദറ്, വൈഫ്, അത് കഴിഞ്ഞപ്പോ ഞാനും എന്റെ ഹസ്ബൻഡും യൂസ് ചെയ്തിരുന്ന റൂമായിരുന്നു. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. നേരെ റോഡിലേക്ക് ഇങ്ങനെ കാണാം. ഈ ജനല് തുറന്നാല് ഇവിടെ റോഡുണ്ട്. പല പല സ്ഥലത്തും ഇവിടെ ഇങ്ങനെ അവാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റൂമുണ്ട്. ഈ റൂം എന്ന് വെച്ചാൽ പണ്ട് ഞാൻ
സ്റ്റഡി റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്ന റൂം കൂടിയാണ്. ഈ റൂമും ആ റൂമും ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതലും ഈ റൂമിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാറില്ല, ആരും വരാത്ത റൂമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ റൂമിലായിരുന്നു അധികം പഠിച്ചിരുന്നത്. പിന്നെ അച്ഛൻ എനിക്ക് ഡ്രസ്സിംഗ് ടേബിൾ എന്ന് പറഞ്ഞൊരു സംഭവം ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു ഞാൻ എന്റെ കുട്ടിക്കാലത്ത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഡ്രസ്സിംഗ് ടേബിൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ആശാരിനെ കൊണ്ട് ഉണ്ടാക്കിച്ച ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ്. വളരെ പഴയതായിപ്പോ. പിന്നെ ഇത് ബാൽക്കണിയാണ്. അവിടേക്ക് നല്ല വ്യൂ ആണ്. പിന്നെ മുത്തശ്ശൻ സ്ഥിര മാല കെട്ടുന്ന അമ്പലത്തിലേക്ക് അച്ഛൻ മാല കെട്ടാറുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനം പോലെ ചെയ്യണ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരുന്നിട്ടാണ് മാല കെട്ടാറ്. ഇത് കണ്ടോ, ഇതാ ഇവിടെയും കുറച്ച് അവാർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അമ്മ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടാൽ അപ്പോ അവിടെ ഈ അവാർഡ്സ് ഒക്കെ വെക്കാറുണ്ട്. വെച്ചതാ. അതെ അതെ, ഇപ്പൊ അടുത്ത് വെച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉണ്ടായിരുന്നില്ല. ശരിയാ. ഇത് ഏഷ്യനെറ്റ് ഫിലിം അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറിന് 2014 കിട്ടിയ അവാർഡാണ്. ജയ്ഹിന്ദ് TV അവാർഡ്, അതും 2014 ലാലി ലാലിക്ക് കിട്ടിയ ഒരു അവാർഡാണ്. 2013 ബിഗ് മ്യൂസിക് അവാർഡ്, ബിഗ് മലയാളം മ്യൂസിക് അവാർഡ്സ്. ഇപ്പോ ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ ഇവിടെയാണ് കിടക്കാറുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള റൂമാണ്. വൈറ്റ് ആണ് ഇതിന്റെ തീം. ഫുൾ വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് കേർട്ടനും വൈറ്റ് ബെഡ്ഷീറ്റ്, വൈറ്റ് തീമിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇവിടെയാണ് കിടക്കാറുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ, അടുക്കള. എന്താണ് ഭാഗ്യം, എന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞോ? നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയാണ് ഭാഗ്യ. കന്നഡക്കാരിയാണ് അല്ലേ? കൂർഗല്ലേ? ഭാഗ്യ. അമ്മയ്ക്ക് ഭയങ്കര ഹെൽപ്പാണ്. അമ്മ പറയും ഞാനില്ലാത്തതിന്റെ വിഷമം അവൾ അറിയിക്കാറില്ല. മോളെ പോലെ തന്നെ നിൽക്കുന്ന നല്ലൊരു കുട്ടിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള. അമ്മയുടെ സാമ്രാജ്യമാണ്. എല്ലാ സമയം ഞാൻ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അമ്മേനെ പറ്റി. ഞങ്ങളൊക്കെ വന്നാലേ എനിക്ക് എപ്പോഴും അമ്മ കൂടെ നിന്ന് കുറച്ച് വർത്താനം പറയതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യം. പക്ഷെ അമ്മേനെ കിട്ടാറേ ഇല്ല. ഞങ്ങൾ വന്നാൽ പ്രത്യേകിച്ച് അമ്മ ഇങ്ങനെ ഫുൾ ടൈം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക, അവിടെ അടുക്കളയിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ അധികം നിൽക്കരുത്, ഞങ്ങൾ കൂടെ ഇരിക്കണം എന്നുള്ളത്. വന്നല്ലോ അമ്പലത്തിൽ പോയിട്ട്. ഇതാണ് എന്റെ അച്ഛനും അമ്മയും. കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവരെ. അമ്മയുടെ പേര് വിജയലക്ഷ്മി, അച്ഛന്റെ പേര് അച്ഛനാണ് എന്റെ കൂടെ കൂടുതലും പ്രോഗ്രാംസിനും TV ഷോസിനൊക്കെ വന്നിട്ടുള്ളത്. അമ്മ ഇവിടുന്ന് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ്, അച്ഛൻ കൂടെ വന്നിട്ടുള്ള സപ്പോർട്ടാണ്. അച്ഛൻ സെയിൽസ് ടാക്സ് ഓഫീസർ ആയിരുന്നു. റിട്ടയർഡ് ആയിട്ട് ഇപ്പോ കുറച്ച് വർഷങ്ങളായി. അച്ഛന്റെ ജോലി റിട്ടയർഡ് ആയതിനു ശേഷം ആണ് എന്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ വന്ന് കൂടുതലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതെനിക്കും വലിയൊരു അനുഗ്രഹമായി. അമ്മയാണെങ്കിൽ വീട്ടിലിരുന്ന് വേണ്ട സപ്പോർട്ട് മുഴുവൻ ഞങ്ങൾക്ക് തരാറുണ്ട്. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ കുറെ ആൾക്കാർ, നമ്മുടെ മെയിൻ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. എന്റെ ഹസ്ബൻഡ് ഇല്ല, പിന്നെ ഏട്ടൻ ഫാമിലി ഒന്നുമില്ല, അവര് ബാംഗ്ലൂരാണ്. അപ്പൊ അവരൊക്കെ നമ്മൾ വേറൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇവിടെ വേറൊരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് അതൊരു സർപ്രൈസ് ആണ് കേട്ടോ, കാണാം. അപ്പൊ ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ടെന്ന്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ടോ, ഇത് ആരാത്? അപ്പൊ ഇതാണ് ഞങ്ങളുടെ അമ്മമ്മക്കുട്ടി അമ്മിണിയാണ്. അമ്മിണിക്കുട്ടിയാണ്. ശരിക്കുള്ള പേരെന്താ അവർക്ക് പറഞ്ഞു കൊടുക്കാം? അമ്മിണി. ശരിക്കുള്ള പേര് രാധ. കണ്ണന്ത രാധയാണോ? കണ്ണന്ത രാധയാണോ? അല്ല, കണ്ണന്റെ അല്ല, പിന്നെ ആരുടെയാണ്? രാമന്റെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ രാധയാണ്. അല്ല, അപ്പൊ പുല്ലമോൻ കുടുംബത്തിന്റെ അല്ലേ? അച്ഛന്റെ അല്ലേ? അച്ഛൻ കേക്കണ്ടാക്കോ? അച്ഛനുണ്ട്, അച്ഛനുണ്ടായില്ലേ? അച്ഛന്റെ പേര് രാമനല്ലേ? രാമനാണ്. അപ്പൊ രാമന്റെ ശേഖരന്റെ രാമന്റെ കാര്യമാണ്. ഓക്കെ. അമ്മമ്മയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വരുന്നുണ്ട്. അമ്മമ്മയുടെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ആൾക്ക് എത്ര വയസ്സായി അറിയോ? എത്ര വയസ്സാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാൻ പറ്റുമോ? എത്ര വയസ്സാണ് അമ്മമ്മയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കൗണ്ട് ചെയ്യണം. അപ്പൊ ശരിക്കുള്ള വയസ്സ് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ അമ്മമ്മയുടെ ഒരു എക്സ്ക്ലൂസീവ് അമ്മമ്മ എപ്പിസോഡ് വരുന്നതായിരിക്കും. എനിക്ക് കുറെ വിശേഷങ്ങൾ ഇനി പറയാനില്ലേ അല്ലേ? അതിനെ പറ്റി എല്ലാവർക്കും അറിയണമെന്ന്. അതെ, അമ്മമ്മയുടെ കുറെ പ്രത്യേകതകളുള്ള ഒരാളാണ് കേട്ടോ.
കുറേ ഒരു സംഭവമാണ് നമ്മുടെ അമ്മമ്മ. അപ്പൊ അതൊക്കെ ഇനി ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അമ്മിണിക്കുട്ടിയുടെ ഒരു എക്സ്ക്ലൂസീവ് അമ്മിണിക്കുട്ടി എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അമ്മമ്മയുടെ കുറെ വിശേഷങ്ങൾ പറയാൻ കേട്ടോ, നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മുത്തശ്ശിയാണിത്. അപ്പോൾ നിങ്ങൾ അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക.